Hi 10th. As you know, in the last video we have discussed about theorem 10.1. That was a very important theorem. As I told you, you have learned the statement and proof. Okay, and the theorem it was discussing about radius always perpendicular to the tangent. That was the theorem actually. Radius is always perpendicular to the tangent at the point of contact. When you draw a radius, at the end of the radius, if you draw a tangent, that radius and tangent should be perpendicular. That was the theorem, very important theorem. We have proved that, and but through today's session we are going to discuss exercise 10.1. okay, so I already told to, I think, one of the class I given this exercise 10.1 as homework, and only few students have submitted that, only 2 or 3 students, and I didn't get the notebooks from the remaining students. But still I'm going to explain exercise 10.1 each. I will not explain all true and false also. I will not explain that true and false questions. Remaining important question we will focus. And let me add one more thing. And these days we are facing an issue of power, power failure. But still, നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ തന്നെ, ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു വീടാണിത് എൻ്റെ, എനിക്കറിയാം. ഈ വീട്ടിലും കറണ്ട് പോവാറുണ്ട്. കറണ്ട് പോവാറുണ്ടെന്ന് പറയുമ്പം 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയി പോയി, അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം മഴ കുറച്ച് ശമിച്ചു. അപ്പം എനിക്കറിയില്ല, ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, വില്ലേജിൽ, ഒരുപാട് നല്ല ഇൻറ്റീരിയർ വില്ലേജുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ കാര്യം എനിക്കറിയത്തില്ല, അവിടെ എത്ര മാത്രം കറണ്ട് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഇൻ ബിറ്റ്വീൻ കറണ്ട് വരാത്ത ഒരു വീടുകളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷനുള്ളൂ. ഇപ്പോൾ നോക്കി, എൻ്റെ ഇപ്പം എനിക്ക് കറണ്ട് ഉണ്ട്, കുറച്ച് മുമ്പ് കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി ചാർജ് ചെയ്തിട്ട് കിടന്നു, എങ്കിലും എനിക്ക് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഈ ക്ലൈമറ്റിൻ്റെ ഇങ്ങനത്തെ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. എങ്ങനെ മിസ്യൂസ് ചെയ്യരുത്? നിങ്ങൾ വിചാരിക്കും കറണ്ട് ഇല്ലാത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഇനി കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് പഠിക്കണ്ട, എഴുതണ്ട എന്നൊക്കെ വിചാരിച്ച് കളയും. ചെയ്യരുത്. കാരണം ഇതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല, പക്ഷേ നിങ്ങൾക്കാണ് നഷ്ടം വരിക. കാരണം ടോപ്പിക്ക് മിസ്സോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്, ഇപ്പം കഴിഞ്ഞ നമുക്ക് എനിക്കൊന്ന് വ്യാഴം, വെള്ളി, ശനി, ഇന്ന് ഞായറടക്കം ഇങ്ങനെ 3-4 ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഹോളിഡേയ്സാണ് നമുക്ക് കണ്ടിന്യൂസ്. 2 ദിവസം സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, പിന്നെ 2 ദിവസം മഴേൻ്റെ ലീവ്. ഒക്കെ പവർ ഫെയിലിയർ കാരണം നിങ്ങൾക്ക് ലീവ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇൻ ബിറ്റ്വീൻ കറണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. എന്തുകൊണ്ടാണ് വീഡിയോ ഇട്ടിരുന്നത്? ഹോളിഡേ ആകുമ്പോൾ വീഡിയോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇട്ടത് നിങ്ങൾക്കിപ്പോൾ കറണ്ട് വരുമ്പോൾ ഇടയ്ക്ക് കാണാമല്ലോ. കാരണം നമുക്ക് ടോപ്പിക്ക് പോകേണ്ട മക്കളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് തീരണ്ടേ? ഈ പോർഷൻസൊക്കെ തീരാണ്ട് നിർത്താൻ പറ്റില്ല. നമുക്ക് പോർഷൻസ് തീർന്നേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് 2 ചാപ്റ്ററും കൂടി ഉണ്ട്. ലെങ്തി ചാപ്റ്റേഴ്സാണ്. നമുക്കൊരു 2-3 മാസം, 3-4 മാസം എന്തായാലും. ഇതിപ്പം ജൂൺ, ജൂലൈ, ആഗസ്റ്റാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴേക്ക് തീർക്കണം. എങ്കിലും ഡിസംബർ, ജനുവരി നിങ്ങൾക്ക് റിവിഷൻ കിട്ടുള്ളൂ. ഫെബ്രുവരി മിക്കവാറും എക്സാം ആയിരിക്കും. അപ്പം യു ഹാവ് ടു ബി ലിറ്റിൽ മോർ അലേർട്ട്. പ്ലീസ് give some little more seriousness, because you are in 10th standard, not in 7th or not in 8th standard. You are in 10th now. This is going to be your first step, the first foot in your life. So please take the things in a very serious way, and I'm not going to waste time. Let me discuss exercise 10.1. As I mentioned, we will focus only through the difficult important question. We will not focus through the true and false question. Okay, so let me start. Come with me. Let us learn together. First question is actually, how many tangents a circle can have? A circle can have infinitely many number of tangents, but through a point of contact, through a specific point, only one tangent is possible. You may understand, isn't it? So through a specific point on the circle, only one tangent is possible. But when you consider, since the circle is consists of infinitely many points, we can draw each tangents to each point. In that way, infinitely many tangents exist. But through one point, exactly one tangent is possible. You may understand. That is the first question. The second question was true and false. Very simple. And let me go to the third question now. See, let me add one more thing. Third question is very important question. It is very simple to solve, but this kind of question you can expect under section A. It's very important question. One more question. A tangent PQ is a PQ at a point P of a circle of radius 5 cm. That means a tangent we have to consider PQ at a point P of a circle of radius 5 cm. So let me draw a circle of radius 5 cm first. So let me draw a rough figure. You can also do the same. So it's a circle with a radius 5 cm, and this is the center of the circle, and of course this is the radius 5 cm. And then tell me,
the tangent PQ at a point P of a circle of radius 5 centimeter. That means this is a circle with a radius 5 centimeter, and consider a point P on this circle, isn't it? According to the question, we have to draw a tangent PQ at a point P of a circle. So we are supposed to mark that point first, then only we can draw a tangent through that point, no? So let me mark a point P on the circle. Now this is the point P on the circle, and now this is the time to draw a tangent PQ at a point P, and this is the point P, and let me just draw a tangent PQ. See, this is point P, and if you draw, this is going to be, ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ടാൻജൻറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാം. See, now this is going to be tangent PQ. You may understood. ഈ പോയിന്റിൽ പി ഉള്ളത് നീട്ടി വരയ്ക്കുന്നതിന് കുഴപ്പമില്ല, നീട്ടി വരയ്ക്കണമെന്നില്ല, നമ്മൾ PQ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടാൻജൻറ്റ് വരച്ചു. You may understood, no? Okay, because this is a tangent. Why? Because we can call it as a tangent because this line touch only with one point with the circle. Okay, and this is the tangent now, and now we just see center of the circle in the question. It is given as O, isn't it? You read the next line. ഈ ക്വസ്റ്റ്യന് പറയുന്നതനുസരിച്ച് ഈ ടാൻജൻറ്റ് ഈ ഓയിൽ കൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, അതായത് സർക്കിളിൻ്റെ സെൻറ്റർ ഓയിൽ കൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ടാൻജൻറ്റും ആ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സെൻറ്ററിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഇതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ എവിടെ മീറ്റ് ചെയ്യും? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. നിങ്ങളത് ഇങ്ങനെ ഈ സെൻറ്റർ ഓയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതെവിടെ മീറ്റ് ചെയ്യും? ഈ ടാൻജൻറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിൽ മീറ്റ് ദ ടാൻജൻറ്റ് PQ. ഓക്കെ, ആൻഡ് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് Q ആണ്. PQ, ഈ ടാൻജൻറ്റ് എൻഡ് ചെയ്യുന്ന പോയിന്റ് Q ആണ്, ആ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റും Q ആണ്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇനി തന്നിരിക്കുന്ന മെഷർമെൻറ്റിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് തന്നിരിക്കുന്നത്? OQ is given as what? 12 centimeter. OQ is given as 12 centimeter, and this is the only one thing given in the question, and radius of the circle also given. What we are supposed to calculate? We are supposed to calculate the length of PQ. We are supposed to calculate the length of PQ actually we need. Okay, so let me explain the question once again. There is a circle with the center O and the radius such that it is actually radius of the circle is 5 centimeter, and you are supposed to draw a tangent PQ at a point P. So you are supposed to mark a point P first on the circle, then just draw a tangent PQ, and that tangent PQ and a line through the center of the circle. This is the line that will meet this line, and this tangent is meeting at point Q. രണ്ടും ക്യൂവിൽ മുട്ടുന്നു, അതാണ് തന്നിരിക്കുന്നത്. And the length OQ is given. That means length between the center of the circle towards Q. OQ is given as 12 centimeter, and the radius of the circle is given, and radius of the circle is already we marked. But ഇതാണ് നിങ്ങളുടെ ഫ്രെയിം, ഇതാണല്ലോ നിങ്ങളുടെ ഫ്രെയിം. അതിൽ റേഡിയസ് എങ്ങനെ മാർക്ക് ചെയ്യും? ഓയിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? റേഡിയസ് ആയിരിക്കില്ലേ? ഓയിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? റേഡിയസ്. Because the radius of the circle is nothing but the distance between the center of the circle towards the point outside the circle, and this is also going to be the radius, and that is we can mark it as 5. And can you say that OP is perpendicular to PQ? Of course. Why? Because always radius is perpendicular to the tangent, and here PQ is tangent, here OP is radius, so the radius will be perpendicular to the tangent at the point of contact. That means this angle will be 90 degree. So in that way this triangle become a right triangle. So we can easily use Pythagoras theorem. In this right triangle, this is going to be the hypotenuse, because hypotenuse is always opposite to 90 degree, and this is going to be the height, and this is going to be the base. By using Pythagoras theorem, hypotenuse square is equal to base square plus height square. You can easily find out the value of PQ. You may understood the theorem. Sorry, you may understood the question. Once again, let me explain. It's a circle with a center O such that its radius is 5 centimeter, and a tangent at the point P. We have drawn a tangent. That tangent, a line through the center of the circle will meet at a point Q. Okay, and OQ is given, and this is already given, that is what is radius, and we are supposed to calculate PQ. So how we can find out PQ? So before that we have to identify the speciality of this triangle. That triangle is, of course, it is a right triangle, because this angle is 90 degree, because by the theorem 10.1 we have discussed that angle between the radius and the tangent is 90 degree. So in that way this is 90 degree. So we can easily use Pythagoras theorem. Then how we can write steps? So given. So if you want, you can write it as given. Since it is a geometrical question, it is better to write given to find. Okay, then what are the things given here? OP is given as
5 centimeter, that is radius, and OQ is given as 12 centimeter. What we have to find out PQ, and let us go for the solution. It is not proof, it is the solution, so it is better to write solution instead of proof. And so how we can prove? We know. So you are not supposed to write by theorem 10.1. while you are writing, you are not supposed to write by theorem 10.1. theorem 10.1 ഉപയോഗിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ അത് ബൈ തിയറം 10.1 എഴുതി വെക്കരുത് ബോർഡ് എക്സാമിനും. കാരണം എക്സാമിനർക്ക് തിയറം 10.1 ആണ് ആ തിയറത്തിൻ്റെ നമ്പർ എന്ന് ബൈ ഹാർട്ട് ചെയ്ത് അറിയൂ. ആ തിയറം നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഒരിക്കലും തിയറത്തിൻ്റെ നമ്പർ ബ്രാക്കറ്റിൽ ബൈ തിയറം 10.1 അതാണ് റീസൺ എന്നുള്ള രീതിയിൽ എഴുതരുത്. അപ്പോൾ എന്ത് എഴുതണം? വി നോ ദാറ്റ് വാട്ട് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ tangent at point of contact. Radius is always perpendicular to the tangent at the point of contact. You may understood. So in that way, here OP should be perpendicular to PQ. This is a symbol for perpendicular. OP should be perpendicular to PQ. So that implies triangle OPQ is a right triangle. Everything should be there in the solution. Since it is a right triangle, we can use Pythagoras theorem. So by Paida. So one student have written that in exam by Paida theorem. ഞാനങ്ങനെ എഴുതുന്നത് എനിക്ക് ടൈം സേവ് ചെയ്യാനാണ്. പക്ഷേ യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് ദാറ്റ്. യു ആർ സപ്പോസ് ടു റൈറ്റ് പൈത എന്ന് പറഞ്ഞ ആളുണ്ടോ നിങ്ങളുടെ ആരെങ്കിലും ആണോ പൈത? അല്ല, പൈതഗോറസ് എന്ന് തന്നെ എഴുതണം. സോ ബൈ പൈതഗോറസ് തിയറം. Okay, by Pythagoras theorem, what we can write? Hypotenuse square is equal to base square plus height square. So here hypotenuse is this. So we can write that theorem once. Hypotenuse square is equal to base square plus height square. You are supposed to write hypotenuse. And which is hypotenuse in that right triangle? 12, you know. So 12 square is equal to, which is base PQ. PQ square plus which is height 5 square. So in that way, 12 square is 144. So equal to PQ square plus 5 square is 25. When you take this 25 to left side, it become PQ square is equal to 144 minus 25. What is that? We got the answer as 119. Okay, 119 is the answer. So PQ square is equal to 119. So what is PQ? PQ should be square root of 119, and plus or minus can be applicable, but the problem is, since it is a distance, that length should be positive. Since it is a distance that since it is a length quantity, since it is mentioning about a distance, that should be length or distance should be always positive. And so PQ should be square root of 119 plus positive square root. So it is enough, square root of 119. So since it is not a perfect square, we cannot calculate the exact square root. So answer for the question and you can conclude that, so the length of the tangent is square root of 119 centimeter, and so option will be D. And you may understood the question now. And the fourth question is, draw a circle, and you are supposed to draw a circle and two lines parallel to given line such that one is a tangent and other is a secant to the circle. Draw a circle and two lines parallel to a given line such that one is a tangent and other is a secant of the circle. Okay, so this is the way to draw a circle. So you may understood the question. We are supposed to draw a circle first. So you can draw any circle with any radius. See, I am going to draw a circle like this. Any particular radius, you can choose 5 centimeter, 3 centimeter, as you wish. Draw a circle and draw a line. Just draw a line. Any problem? No. And now you are supposed to draw two things. One should be tangent and one should be secant, such that the tangent and secant should be parallel to this line. Once again, you can read the question. Draw a circle drawn, two lines parallel to a given line, and this is your given line. Let it be L. You are supposed to draw with a scale. Okay, here you are supposed to draw with a compass, and this is the given line, and you are supposed to draw two lines. Which are the two lines parallel to this line? You are supposed to draw two lines parallel to this line. This is the given line. The two lines are, one is a tangent and another should be a secant. So how you can draw? Just consider a point here, and here parallel to this line you are supposed to draw a tangent. That tangent should be parallel to this line. Then, you have to make sure that line is touching with the circle only exactly on one point,
and this is the tangent such that that tangent is parallel to the given line. And now we are supposed to draw a secant. See, secant should be secant is a line such that that line should touch with the circle at 2 points. So this is going to be secant, and that secant is parallel to this given line. No, now this tangent is parallel to the given line, and secant also parallel to the given line. You may understood. And this is the exact figure. Secant to the circle, tangent to the circle, and given line. You may understood, no? Okay. So we have discussed that exercise completely, and now I am going to discuss the next topic. That topic is discussing about, you just consider a circle. You just consider a circle. Okay, I think it is not visible. Just consider a circle and a point. Just consider a circle. So this is a circle. അലമാരിയിലാണ് വരയ്ക്കുന്നത്. വൈഫ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം എന്നാലും കുഴപ്പമില്ല. So this is a circle, and you know that when you can mark a point on the circle, and how many tangents are possible through that circle? Only one tangent is possible, no? So I think that concept is very clear, and that tangent should be perpendicular to the radius. That also you may understood. Okay, and now I am going to discuss another topic. You just mark a point outside the circle. This is a circle, you may understood. This is a circle, and this is a point outside the circle. Let it be some point P. This point P lies in the outside exterior part of the circle, and this is the circle. And I am going to draw tangents from this point towards this circle. I am going to draw tangents from this point towards this circle. How many tangents are possible? See, you can draw a tangent like this, okay, and you can draw a tangent like this. How many tangents are possible? Only 2 tangents are possible, and this is going to be the first tangent. You know, tangent should touch with the circle only only one point, and this is the another tangent from the same point P, and that tangent also touches with the circle only at one point. And how many tangents are possible? Only 2 tangents are possible. So from a point outside the circle towards the circle, 2 tangents are possible. That is our next concept. Okay, and you know, we are going to discuss a theorem. You just take your scale and please measure the length of this tangent. Length of this tangent in the sense, here let it be the point of contact A. You know what do you mean by point of contact? Where the tangent touches with the circle. That point is known as, only one point is there. That point is known as point of contact. Let it be A, and here the point of contact is B. Let it be B. And that means this tangent touches with the circle at the point P. Sorry, at the point B. And now what you are supposed to draw is, you are supposed to measure the length of PA and measure the length of PB. You are supposed to measure the length of PA and just measure the length of PB. So PA stands for the first tangent, and PB stands for the second tangent, and you can see that the measurement are equal. That means tangents length are equal. You can easily see that. You just take a scale and just measure the length of this tangent and this tangent. That should be equal. That means it says that the length of the tangents from a point towards the circle are equal. 2 tangents are possible from a point outside the circle towards the circle. 2 tangents are possible, and the speciality of that tangent is length of the first tangent should be equal to the length of the second tangent. And this is the concept, or this is the theorem. Length of the tangent towards the circle from a point outside the circle should be equal. Length of the tangents from a point towards the circle are equal. That is our theorem. So by measuring, by using scale and all, this is you know, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. We are going to give a mathematical reason why these tangents become equal. We are going to give a mathematical reason for that, because in the exam you are not supposed to use scale, and you are not supposed to say the measurement are equal. We are supposed to give a perfect mathematical reason. So we are going for that, how we can show when you draw a tangent from a point outside the circle towards the circle, we got 2 tangents in that way. So how we can show that length of the tangents are equal? We understood that the length of the tangents are equal. Then our next topic is how we can give a mathematical proof for that. You may understood, no? Okay, so we are going to give a mathematical proof, and before that you are supposed to write some notes. How you are supposed to give a side heading, tangents from an external point towards the circle. You can give a side heading like that, and in just below that you can write from a point outside the circle towards the circle, 2 tangents are possible. Okay, and just below that, after that,
you can write the theorem. I will show you that theorem. So before that, you are supposed to draw this figure. Just draw this figure from you can draw a circle, a point P outside, and two tangents you can draw. So when just after writing this side heading, so you are supposed to write this same side heading. You can write number of tangents from a point on a circle. From number of tangents from a point circle. അതെന്താണ് നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി ടാൻജൻറ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടുവേർഡ്സ് സർക്കിൾ. ഓക്കെ, ആൻഡ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പം നിങ്ങൾ എഴുതാം എന്താണ് ടു ടാൻജൻസ് ആർ പോസിബിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടുവേർഡ്സ് സർക്കിൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡ്രോ ദിസ് ഫിഗർ ഫോർ ദ ബെറ്റർ ക്ലാരിറ്റി. ദിസ് ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ദിസ് ഈസ് എ സർക്കിൾ. ഹൗ മെനി ടാൻജൻസ് കെയിം? ടു ടാൻജൻസ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് ബിലോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ദിസ് തിയറം 10.2. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ഐ റിപ്പീറ്റ്, very important theorem, theorem 10.2. And statement you can write the length of the tangents drawn from an external point to the circle are equal. That is what we discussed. The length of the tangents drawn from an external point to the circle are equal. We understood that there exist two tangents from an external point towards the circle, and this theorem says that their length are equal. We already understood by measuring the length by using scale, but we are going to give a mathematical proof for the theorem. And let me add one more thing. The same theorem ഒരുപാട് എനിക്ക് തോന്നുന്നു കുറേ ബോർഡ് എക്സാമിന് ചോദിച്ച തിയറമാണ്. എങ്ങനെ ചോദിക്കുന്നത് അറിയാം? പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടുവേർഡ്സ് ദ സർക്കിൾ ആർ ഈക്വൽ. അങ്ങനെ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് യു ആർ സപ്പോസ് ടു ബൈ ഹാർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ പ്രൂഫ്. വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് വെരി സിമ്പിൾ പ്രൂഫ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് പ്രൂഫ് ഓൾസോ ത്രൂ ദിസ് വീഡിയോ. ആഫ്റ്റർ ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ്. സോ ഷാൽ വി? യെസ്, കം വിത്ത് മീ. So this is your theorem. Theorem 10.2. Length of tangents from drawn from an external point to a circle are equal. We are supposed to prove this. We already understood the theorem. So the theorem says that you just consider a circle and length of the tangents drawn from an external point. So you are supposed to mark a point external to the circle, and how many tangents are possible towards this circle from the point P? Two tangents are possible. So let it be your first current boy. Let it be a first tangent and let it be a second tangent. PA represents the first tangent and PA represents the second tangent. You may understand. Okay. And so we are supposed to prove that length of these tangents from an external point to the circle. That means length of these tangents. These are the two tangents drawn from an external point towards the circle. We are supposed to prove the length of these tangents are equal. We are supposed to prove that. Okay. So in order to prove this, let me write given thing. Then see. So let me write the given thing first. So which all are the given things? Given a circle. Okay, so let it be the center O. So we can write what? A circle with the center O is given. And one more thing is given. P and PB are the tangents from an external point P. So that also we can mention given thing. PA, PB are tangents drawn from an external point to the circle. Okay, so then what we have to prove? We are supposed to prove the length of the tangents are equal. So P and PB are the tangents. We are supposed to prove their length are equal. So which are the length of the tangents? P and PB. So we are supposed to prove PA is equal to PB. This is the thing we are supposed to prove. And then let me come to the proof. Okay. So in order to prove this, we already mentioned that O as the center of the circle. So let me join OA, OB. Let me join OA and OB and just join PO also in order to prove that. Okay. So for the proof, what we have to write, join OA, OB and PO. Okay. Then how many triangles you got? Two triangles you got, no? Okay. And what is the specialty of both triangle? Can you identify that? Both triangles are right triangle. Why? Because OA and OB are the radius, and we know that radius is always perpendicular to the tangent at the point of contact. That means this radius should be perpendicular to this tangent and this radius should be perpendicular to this tangent, isn't it? Because we already learned that from theorem 10.1 what radius is perpendicular to the tangent. So this angle should be 90 degree, and of course this angle also should be 90 degree, angle between radius and the tangent. Okay. So
So we can write what we can write, angle A is equal to, we know, so we can write like this, we know angle A is equal to angle B, both are what, 90 degree. Why? Because angle A also found to be 90 degree and angle B also of course 90 degree. Why? Because we know that radius is perpendicular to the tangent. You can write the reason in this way, no problem. Radius is perpendicular to the tangent at the point of contact. At the point of contact. This is the, what is the reason. You are not supposed to write by theorem 10.1. You are to state the reason. Okay. Radius perpendicular to the tangent. Okay. And so of course this triangle become right triangle and this triangle become right triangle. Which is the hypotenuse in this right triangle? PO. Why? Because opposite to 90 degree, and which is hypotenuse in this right triangle? 90 degree. So opposite to 90 degrees PO. So in both right triangle, PO is the hypotenuse. Okay. See, apply Pythagoras theorem. What I supposed to prove? I supposed to prove PA is equal to PB. So what I'm going to do is, after proving these angles are 90 degree, I'm going to use Pythagoras theorem here. What Pythagoras theorem says? Hypotenuse square is equal to base square plus height square. Isn't it? Isn't it? Yes. So that means in right triangle, PAO, by using Pythagoras theorem, what you can write? Hypotenuse square is equal to base square plus height square, isn't it? So by Pythagoras theorem, we know that hypotenuse square is equal to base square plus height square, which is hypotenuse in this right triangle PO. So PO square is equal to base AO square plus AP square. Any problem? Any problem? No. And from this equation, we are supposed to prove PA and PB are equal. So what I'm going to do is, I'm going to calculate PA separately and just calculate PB separately and compare. Okay. So in order to get the value of PA, can you identify the AP is nothing but PA. So instead of AP square, can I write PA square? Yes. For the better understanding, let me write it as PA square because we need PA. So instead of AP, let me write PA as it is. Okay, PA square. Okay. Now, can you derive an expression for PA square from this expression? This is by Pythagoras theorem. Can you derive an expression for PA square? Okay. So what will be PA square? PA square is equal to PA square, PO square minus AO square. PO square minus AO square. ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ. പൈതഗോറസ് തിയറം ആദ്യം റൈറ്റ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ടത് പി എയും പി ബി ഈക്വലാണ്. അപ്പോൾ ആ പി എക്ക് ഞാനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സോ പി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ മൈനസ് എ ഒ സ്ക്വയർ. എനി പ്രോബ്ലം? Any problem? Okay. Let it be a first expression. Then in next right triangle, which is the next right triangle PBO. So in next right triangle PBO, by using Pythagoras theorem, what you can write? Hypotenuse square is equal to base square plus height square. In this right triangle, hypotenuse is PO. So what? PO square is equal to, okay, PO square is equal to base square OB square plus height square PB square. So OB square plus PB square. And can I derive an expression for PB square from this? So PB square will be what? PO square minus OB square. Isn't it? Let it be a second expression. You may understood this much. So we have two equations. First expression is this one and second expression is this one, isn't it? And this is very simple to derive. So what all the things we did? Just join these lines and just join these points. Okay, after that we found this is right triangle, this is right triangle. Apply Pythagoras theorem here, apply Pythagoras theorem here, and derive an expression for PA square and PB square. So we derived an expression for PA square and PB square separately. Okay, and what we are supposed, see, let me ask you one thing. What is the speciality of this OA and OB? What is the speciality of OA and OB? Both are radii of the circle. OA is radius and OB is radius. So in a circle, radius are equal, no? Anywhere, isn't it? That means, can you say AO and OB are equal? Because both are radius. AO, OB. Think about that in the figure. See, AO, OB, both are radii. So radii, since radii are equal, what we supposed to write? What we can write? AO is equal to OB. We know that what? We know AO is equal to OB. Why? Because radii of the circle. So in view of equation number 1 and equation number 2, what you can say now? Because this is the expression for PA square is equal to PA square expression is PA square minus AO square. PB സ്ക്വയറിൻ്റെ എക്സ്പ്രഷനാണ് PO സ്ക്വയർ മൈനസ് OB സ്ക്വയർ. അപ്പം ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് അവിടെ നിൽക്കട്ടെ, റൈറ്റ് സൈഡ് നോക്കി.
ഇവിടെ പി ഒ സ്ക്വയർ ഉണ്ട്, ഇവിടെ പി ഒ സ്ക്വയർ ഉണ്ട്, അത് രണ്ട് ഈക്വലാണ്. ഇവിടെ എ ഒ സ്ക്വയർ ആണ്, ഇവിടെ ഒ ബി സ്ക്വയർ ആണ്. പക്ഷെ നമുക്കറിയാം എ ഒയും ഒ ബിയും ഈക്വൽ ആണെന്ന്. അപ്പം എ ഒ സ്ക്വയർ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഈ ഒ ബി സ്ക്വയറിന് പകരം എ ഒ സ്ക്വയർ തന്നെ കൺസിഡർ ചെയ്തുകൂടെ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ രണ്ട് എക്സ്പ്രഷൻ നിങ്ങൾ കമ്പയർ ചെയ്യാം, ഇതും ഇതും. ലെഫ്റ്റ് സൈഡ് ഓൾറെഡി ഈക്വൽ ആണ്. സോറി, ലെഫ്റ്റ് സൈഡ് നിങ്ങളിപ്പം നോക്കണ്ട, നിങ്ങൾ നോക്കിയേ വേണ്ട. ലെഫ്റ്റ് സൈഡ് ഈക്വൽ അല്ല, നിങ്ങൾ നോക്കണ്ട. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് നോക്കാം. നോക്കി, ഇത് പി എ സ്ക്വയർ ആണ്, ഇവിടെ പി എ സ്ക്വയർ ആണ്, അത് രണ്ടും ഒന്നാണ്. ഇവിടെ ഇപ്പോൾ എ ഒ സ്ക്വയർ, ഇവിടെ ഒ ബി സ്ക്വയർ, അത് രണ്ടും ഒന്നാന്നല്ല ഇപ്പോൾ പറഞ്ഞത്. എ ഒയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ എ ഒൻ്റെ സ്ക്വയറും ഒ ബിൻ്റെ സ്ക്വയറും ഈക്വൽ അല്ലേ? അതായത് ഇതും ഈ ടൈമും ഈക്വലായി വന്നില്ലേ? അതായത് റൈറ്റ് സൈഡ് രണ്ടിൻ്റെയും ഈക്വൽ ആണെന്നല്ലേ? ഇവിടെ ഓൾറെഡി ഈക്വൽ, ഇപ്പം ഇത് രണ്ടും ഈക്വലായി, അതായത് റൈറ്റ് സൈഡ് ഈക്വലായി. അപ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആകുമ്പം ലെഫ്റ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആവണ്ടേ? ആവണം. റൈറ്റ് സൈഡ് രണ്ട് എക്സ്പ്രഷൻ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് ഈസിക്കൽ ഇത് ഈസിക്കൽ ഇത്, ഈ രണ്ട് ഇതുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? യെസ്. സോ ഇൻ വ്യൂ ഓഫ് 1 and 2, since OA is equal to OB, what we can say? Left side of the equation also, because right side becomes equal, left side also should be equal. PA square is equal to PB square. If PA square is equal to PB square, what we can say? PA is equal to PB. If PA square is equal to PB square, then what we can say? PA is equal to PB. പി എയും പി ബിയും ഈക്വൽ ആയെങ്കിൽ മാത്രമാണ് അതിൻ്റെ സ്ക്വയർ ഈക്വൽ ആവുള്ളൂ. അപ്പോൾ സ്ക്വയർ ഈക്വൽ ആയി കഴിഞ്ഞാൽ പി എയും ഈസ് ഈക്വൽ ടു പി ബി. സോ ഹെൻസ് പ്രൂവ് വാട്ട് വി സപ്പോസ് ടു പ്രൂവ്? പി ഈസ് ഈക്വൽ ടു പി ബി. സോ വി പ്രൂവ്ഡ് ദാറ്റ് പി ഈസ് ഈക്വൽ ടു പി ബി. യു മേ അണ്ടർസ്റ്റുഡ്? ഓക്കെ. And this is one way of proving just what we discussed just now is one way of proving the theorem, and one more method is there, and you can choose any one of the method, and let me explain that also. And see, we are supposed to prove, let it be P A P B. We are supposed to prove P and PB are equal, and just join OA, OB and PO in this way, and this is a right triangle and this is a right triangle. You may understood that. This is another way of proving. So can you show that these two triangles are congruent? Yes, of course, by RHS rule. You can say what RHS, in order to apply RHS rule, what all the things we have to verify? We have to verify that whether both right triangles are right triangle. Yes, both triangles are right triangles. I am going to prove these two triangles are congruent. Okay, and so we understood that both triangles are right triangle, and then in order to apply RHS rule, we have to prove that in both right triangles hypotenuse are equal to each other. See, in both right triangles hypotenuse is common, no? In this right triangle, PO is the hypotenuse. In this right triangle, PO is the hypotenuse. So since PO is common in both right triangles, hypotenuse is same. So our hypotenuse become equal. And we are supposed to prove any one more pair of sides are equal. See, OA is belongs to this side triangle and OB is belongs to this triangle. That is radius, no? So both are equal, no? So hypotenuse becomes equal to each other since it is common. And one more pair of side also equal, because by using the property radii. So RHS rule. So by RHS rule, these two triangles are congruent. Since two triangles are congruent, by CPCT, corresponding parts should be equal. So PA should be equal to PB. In that way, by CPCT, you can conclude. Okay, that is already explained in the textbook. As you wish, you can opt in one of the method. But Pythagoras theorem ഒരു നമുക്ക് അറിയാവുന്നൊരു തിയറമാണ്. അത് ജസ്റ്റ് ഇവിടെ യൂസ് ചെയ്തു. എന്താണ് പൈതഗോറസ് തിയറത്തിൽ നിന്ന് നമ്മൾ ചെയ്തത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇവിടെ കൊടുത്തു. ഇവിടെയും ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കൊടുത്തു. നമുക്ക് വേണ്ടത് പി എ സ്ക്വയറും പി എയും പി ബി ആണ്. അപ്പോൾ പി എ സ്ക്വയറിന് ഒരു എക്സ്പ്രഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തു, പി ബി സ്ക്വയറിന് ഒരു എക്സ്പ്രഷൻ സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുത്തു. എന്നിട്ട് ആ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തു. അത്ര മാത്രമേ ചെയ്തുള്ളൂ. as you wish, you can opt any one of the method, and anyway you have to learn the theorem. You may understood the theorem, no? And you may understood the theorem well, and if you can learn by using Pythagoras theorem, you can learn that. Otherwise, by RHS rule, which method you feel comfortable. But by RHS rule, when you write, you have to write proper steps in between. If you are going to show this theorem out by using RHS rule, you have to fill some steps in between, because I didn't give you steps, so you are supposed to write. But Pythagoras theorem, I given the steps. Which method you like, as you wish. ബട്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ പൈതഗോറസ് തിയറമാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു തിയറമാണത്. RHS റൂളും അറിയാം, പക്ഷേ എനിക്ക് കോൺഗ്രുവൻസി കോൺസെപ്റ്റൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്തു. അതാകുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് അത് എനിക്ക് പേഴ്സണലി അതൊക്കെ ഇക്വേഷൻസൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ. And anyway, you understood the theorem, and now I'm going to wind up the video session, and let me tell you one thing. We are going to see, actually, concept wise chapter is over, and remaining is only some examples and exercise. And I think within 2 weeks, within one or two, yes, within one week, we will, by the next week I think we will wind up the chapter.
and we could wind up the chapter, I think so. And then we will start the very next chapter. And see, let me tell you one thing, this chapter is filled with many example, many exercise, very standard question, so it will take some time to solve out. So that's why we need some time to wind up this chapter. Okay, so please practice well, write and practice. Theorem you are supposed to write twice and practice the method. Do not by heart, just understand the method and ലേൺ ഇറ്റ്. ഓക്കെ, പല കുട്ടികളും ഒരു പ്രാവശ്യം എഴുതി വെറുതെ ഇടുന്നുണ്ട്. ഓക്കെ, അതെ. പിന്നെ ഞാൻ നിങ്ങളുടെ പേപ്പർ നോക്കി, എനിക്ക് പേപ്പർ നോക്കി വളരെ സന്തോഷം തോന്നി. ഗൂഗിൾ നോക്കി എഴുതിയതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്നറിയില്ല, എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. നിങ്ങൾ ഗൂഗിൾ നോക്കിയൊക്കെ എഴുതിയില്ലായിരുന്നോ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പിടിച്ചോളാം, ലൈവിൽ വരുന്നുണ്ട്. കാരണം അങ്ങനെയാണത്. കാരണം നിങ്ങൾക്ക് ടെക്നോളജി അറിയാവുന്നതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, ടീച്ചേഴ്സിനും അറിയാം. കാരണം നൗ വി ആർ ഹാൻഡ്ലിങ് വിത്ത് ദിസ് ഡിവൈസ്, യുനോ, നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് നോക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് പിടുത്തം കിട്ടിയില്ലത്. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. പ്ലീസ് പ്രാക്ടീസ് വെൽ. സ്റ്റേ സേഫ്. താങ്ക് യു.